നമ്മൾ ഏറ്റവും കെയർലെസ് ആയിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മുടെ പേഴ്സണൽ ഫിനാൻസ്, നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ്സ്. ഞാൻ പലപ്പോഴും ക്രോസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആളുകളോട് ചോദിച്ചിട്ടുണ്ട്, റിയൽ റേറ്റ് ഓഫ് റിട്ടേൺ നിങ്ങൾ എത്ര റിട്ടേൺസ് ആണ് നിങ്ങൾ കഴിഞ്ഞ പോലെ ഉണ്ടാക്കിയതെന്ന് ചോദിച്ചാൽ പല ആളുകൾക്കും അറിയില്ല. ദാറ്റ് മേ ബി മൈനസ് ആയിരിക്കാം ചിലപ്പോൾ. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് കുറച്ചും കൂടി സീരിയസ്ലി നമ്മൾ ഈ ഇൻവെസ്റ്റ്മെന്റിനെ അപ്രോച്ച് ചെയ്യണം. എന്താണ് പവർ ഓഫ് കോമ്പൗണ്ടിങ്? നമ്മളൊരു ഫിക്സ്ഡ് ഇൻകം ഇൻവെസ്റ്റ്മെന്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ ആ 200 രൂപയിൽ ബാലൻസ് 100 രൂപ നമ്മൾ ഫിക്സ്ഡ് ഡെപ്പോസിറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തു. ഈ 100 രൂപ നമ്മൾ എഫ് ഡിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആക്ച്വലി സിമ്പിൾ ഇൻട്രസ്റ്റ് ഉണ്ട്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഉണ്ട്, വിച്ച് ഇസ് ബെറ്റർ? സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് ബെറ്റർ? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് ബെറ്റർ. പക്ഷേ ഫിക്സ്ഡ് ഡെപ്പോസിറ്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് ഈ 100 രൂപ 6% ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അത് കോമ്പൗണ്ട് ചെയ്യുന്നത് ക്വാർട്ടർലി അല്ലെങ്കിൽ ഹാഫ് ഇയർലി അല്ലെങ്കിൽ ആനുവലി ആയിരിക്കാം. ഈ ആനുവലി കോമ്പൗണ്ട് ചെയ്യുമ്പോൾ ആക്ച്വലി നമ്മുടെ കൂപ്പൺ എന്ന് പറയുന്നത് 6% ആണ്. നമുക്ക് ഒരു കൊല്ലം കഴിയുമ്പോൾ 6% കിട്ടും. പക്ഷെ നമ്മുടെ ആക്ച്വൽ ഈൽഡ് എന്ന് പറയുന്നത് അതിൽ കൂടുതലായിരിക്കും. കാരണം 6% ഡിവൈഡഡ് ബൈ 4 അതായിരിക്കും ഒരു ക്വാർട്ടർലി ആഡ് ചെയ്തിട്ട് കോമ്പൗണ്ട് ചെയ്യുന്നത്. അപ്പോൾ ആക്ച്വലി എന്താണ് പവർ ഓഫ് കോമ്പൗണ്ടിങ്? 100 രൂപ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്ക് 3 മാസം കഴിയുമ്പോൾ ആക്ച്വലുള്ള ക്യാപിറ്റൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് 100 അല്ല, ആ കോമ്പൗണ്ട് ചെയ്ത ഇൻട്രസ്റ്റും കൂടെ ആയിരിക്കും നമ്മുടെ ക്യാപിറ്റൽ. അപ്പൊ ഇങ്ങനെ ഈ ക്വാർട്ടർലി ഇതിങ്ങനെ കോമ്പൗണ്ട് ചെയ്ത് വരുമ്പോഴാണ് നമ്മുടെ ആക്ച്വൽ ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ മച്ച് ഹ്യൂജ് ആയിരിക്കും നമ്മുടെ ക്യാപിറ്റൽ. അപ്പൊ ഈ മെക്കാനിസത്തെയാണ് പവർ ഓഫ് കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത്. ഇത് ഏറ്റവും കൂടുതൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് അവന് എന്ന് പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റ് ആണ്, മ്യൂച്വൽ ഫണ്ട്സ് ആണ്. കാരണം മ്യൂച്വൽ ഫണ്ട്സിൽ നിങ്ങൾക്ക് അറിയാം സ്റ്റോക്സിന്റെ പ്രൈസ് എവറി സെക്കൻഡ്സ് ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്യും. ഇത് അഡീഷൻ ചെയ്യുന്ന ഒരു കോമ്പൗണ്ടിങ് എഫക്റ്റ് ഉണ്ട്. മേ ബി നമുക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസിലൊക്കെ പറയുകയാണെങ്കിൽ ഈ കോമ്പൗണ്ടിങ് എഫക്റ്റ് ഭയങ്കര ഹ്യൂജ് ആണത് ഈ സ്റ്റോക്ക് മാർക്കറ്റ്. പക്ഷെ നമ്മൾ കൺവെൻഷണൽ ആയിട്ടുള്ള മോഡ് ഓഫ് സേവിങ്സ്, ഫിക്സ്ഡ് ഡെപ്പോസിറ്റ്സും അല്ലെങ്കിൽ ലൈഫ് ഇൻഷുറൻസ് അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് സേവിങ്സ്, ഇതിനെയൊക്കെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴും ഇതിലുള്ള സാധ്യതകൾ വളരെ വലുതാണ്, വളരെ ഹ്യൂജ് ആണ്. അപ്പോൾ ഈ ഒരു ഇതിൽ എൻ്റെ ഒരു റിക്വസ്റ്റ് എന്ന് പറയുന്നതാണ്, നിങ്ങൾ കൺവെൻഷണൽ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ കൂടെ അതിൻ്റെ ഈ റിയൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത് നിങ്ങൾ ചെക്ക് ചെയ്യണം. കാരണം റിയൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത് ഞാൻ ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റഡ് ടാക്സ് അഡ്ജസ്റ്റഡ് റിട്ടേൺ നിങ്ങൾ ചെക്ക് ചെയ്യണം. അതിനുശേഷം നിങ്ങൾക്ക് റിട്ടേൺ കിട്ടുന്നത് എത്രയുണ്ട് എന്നൊന്നും തന്നെ നിങ്ങൾ ചെക്ക് ചെയ്യണം. എന്നിട്ട് അത് സഫീഷ്യൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. അത് ഒരു 0.5 കോമ്പൗണ്ട് ചെയ്യണോ ഒരു 10% കോമ്പൗണ്ട് ചെയ്യണോ നിങ്ങൾ ആലോചിക്കുക. 10% കോമ്പൗണ്ട് ചെയ്താൽ നിങ്ങൾ ഇന്ന് ഇൻവെസ്റ്റ് ചെയ്ത 100 രൂപ എന്ന് പറയുന്നത് 10-20 കൊല്ലം കഴിയുമ്പോൾ എന്താ പറയുക, ഒരു 4 ഇരട്ടിയോ 5 ഇരട്ടിയോ 10 ഇരട്ടിയോ ആകാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ മിസ് ചെയ്യുന്ന ഓരോ ബേസിസ് പോയിന്റ്സും, അതായത് ബേസിസ് പോയിന്റ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ 0.01% ഇൻട്രസ്റ്റും ഭാവിയിൽ അതുണ്ടാക്കാൻ പോകുന്ന ഒരു ലൂസ്, അതുണ്ടാക്കാൻ പോകുന്ന നഷ്ടം ബിഗ്, അത് വളരെ വലുതാണ്. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എടുക്കുമ്പോൾ കെയർലെസ് ആവാതെ നമ്മുടെ പണമാണ് നമ്മൾ സേവ് ചെയ്യുന്നതാണ്. അപ്പോൾ സീരിയസ്ലി മാത്രം നിങ്ങൾ ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എടുക്കുക.